ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുമ്പോൾ ചിലർ ദക്ഷിണ നൽകി സ്വീകരിക്കുന്നു. നമുക്ക് പ്രവേശിക്കാനാകാത്ത ഗർഭഗൃഹത്തിലിരുന്ന് നമുക്ക് വേണ്ടി കൂടി അർച്ചനയും ആരാധനയും നടത്തുന്ന പുരോഹിതനോട് കാട്ടുന്ന സ്നേഹ ബഹുമാനങ്ങളാണ് ഈ ദക്ഷിണ. ഇത് ഭക്തന് മാനസികമായ സംതൃപ്തി നൽകുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ത സീതാ ലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു. തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂ രാമ. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മേലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ 10,000-കണക്കിന് പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ അപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റ് ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും
വ്യത്യാസമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർബാഹുവായ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിലൊന്നിൽ ശംഖും മറ്റൊന്നിൽ ചക്രവും മൂന്നാമത്തേതിൽ വില്ലും 4-ാമത്തെ കൈയിൽ ഒരു മാലയും കാണാനാകും. ശംഖ് പാഞ്ചജന്യത്തെയും ചക്രം സുദർശനത്തെയും വില്ല് കോദണ്ഡത്തിന്റെയും പ്രതീകമായാണ് സങ്കല്പിച്ചു പോരുന്നത്. വിഗ്രഹത്തിന്റെ ഒരു കൈയിലുള്ള മാല ബ്രഹ്മചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തൃപ്രയാർ തേവർ ത്രിമൂർത്തിഭാവത്തിന്റെ പ്രതീകം കൂടിയാണെന്നും വിശ്വസിക്കുന്നു. രാമം രമാവരം വീരം മനോഹരം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമ മന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. സീതാ അന്വേഷണത്തിന് ശേഷം എത്തിയ ഹനുമാനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് കതിനവെടി വഴിപാട് നടത്തിവരുന്നത്. ജീവിതയാത്രയിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് കതിനവെടി വഴിപാട് ഭക്തർ നടത്തിവരുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ചാത്തൻ ഭണ്ഡാരം വഴിപാട് ഇവിടെ നടത്തിവരുന്നു. വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസ്സിലെ തപസ്സിന്റെ പുണ്യവും. രാമ രാമ